ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു സഫീസ് കിച്ചൻ. ഞാനിന്നൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കും റെസിപ്പി വീഡിയോ ആയിരിക്കുമെന്ന്. പക്ഷേ റെസിപ്പി വീഡിയോ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിതാ നല്ല പെരി പെരി റൈസാണ്, അതായത് പെരി പെരി ചിക്കൻ റൈസ്. ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാരാ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ എൻ്റെ റിയാസ് ഖാൻ്റെ പെങ്ങളെ മോളുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എൻ്റെ മോളും എല്ലാം കൂടിയിട്ട് ഉണ്ടാക്കിയതാണ്. എനിക്ക് പൊതുവേ ഈ മന്തി അങ്ങനെയുള്ള റൈസിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷേ ഇതെന്തോ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. കാരണം വെച്ചാൽ ഒരു എരിവുള്ള ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഇല്ലേ, അതാണേ. അപ്പോൾ ഈ ഒരു റൈസിന് എന്താ പറയുക, ആ ഒരു മയോണൈസും കൂടിയിട്ട് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഞെട്ടിയിരിക്കും. കാരണം കുട്ടികൾ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് അവർ യൂട്യൂബ് ചാനലിൽ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നീട് ഒരു ദിവസം ഞാൻ ഇതിൻ്റെ റെസിപ്പി വീഡിയോ ചെയ്യാം. ഇപ്പോൾ എന്തായാലും എൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ, എനിക്കങ്ങനെ കിച്ചണിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, കാലിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഏതായാലും 2-3 ദിവസം കൊണ്ട് ഞാൻ എക്സ്റേയിലെടുത്ത് നോക്കിയിട്ട് ചിലപ്പം പ്ലാസ്റ്റർ ആയിക്കോന്നൊക്കെ. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ മെഞ്ഞാന്നായിരുന്നു ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുന്നേരം എന്താ പറയുക, ശരിയായിട്ടില്ല, ഇനി ഒരു 3 ആഴ്ചയും കൂടി വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്താ പറയുക, ആകെ ഒരു മുടവിട്ട് പോലെ ആയിപ്പോയി. അപ്പോൾ ഇനി ജൂൺ 20-നാണ് എന്നോട് പോകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജൂൺ 20 ആകുമ്പോഴത്തേക്ക് ഏകദേശം സെറ്റാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ലോങ് വീഡിയോ കുറേയല്ല ചെയ്യാത്തത്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ശരിക്കും പറയുന്നത് വെച്ചാൽ ഞാനിതിൽ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ കുട്ടികൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കാൻ കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. കാരണം എപ്പോഴും നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് അത്ര ഇതില്ലല്ലോ. അപ്പോൾ എന്താ പറയുക, ഓരോ നേരം ഓരോന്നായിട്ട് ഉണ്ടാക്കും, പാസ്ത അങ്ങനത്തെ എല്ലാം. സത്യം പറയുന്നത് വെച്ചാൽ നമ്മൾ തന്നെയാണ് കുട്ടികളെ വടക്കാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ കുട്ടികൾക്ക് കിച്ചൺ വിട്ട് കൊടുക്കണം, എന്നാലാണ് അവരെ ഇഷ്ടത്തിനനുസരിച്ച് അവർ എന്താ പറയുക, ചിലപ്പം നന്നാവുമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമായിരിക്കും, എന്നാലും നമ്മൾ അതിനൊന്ന് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ എന്താ പറയാൻ, ഇപ്പോൾ ഞാനങ്ങനെ വിട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടെ കുട്ടികൾ ഓരോന്നെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, നല്ല ടേസ്റ്റുണ്ടേ. എന്താ പറയാൻ, ഈ ചിക്കൻ്റെ ഐറ്റംസ് തന്നെയാണ് അധികം ഉണ്ടാക്കാൻ നോക്കാൻ, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അധികവും ഉച്ചക്കത്തെ ചോറും കറിയിൽ റിയാസ് ഖാൻ ഉണ്ടാക്കാറേ. പിന്നെ കുട്ടികളും റിയാസ്ക്കെല്ലാം കൂടിയിട്ട് തന്നെ. പക്ഷേ ഇന്ന് റിയാസ്ക്ക് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു പെരി പെരി റൈസ് ഉണ്ട്, അതുണ്ടാക്കുക, നല്ല ടേസ്റ്റാണെന്നെല്ലാം പറഞ്ഞേരം. അപ്പോൾ എനിക്കും നല്ലോണം ഇഷ്ടമായി. കാരണം ഇതൊരു മസാലയോട് കൂടിയിട്ടുള്ളത്. സാധാ നമ്മൾ മന്തി പൊതുവെ ഒരു വെള്ള പോലെയല്ലേ, പക്ഷേ ഇത് നല്ലൊരു മസാലയോട് കൂടിയിട്ടായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ ഏതായാലും കാലൊക്കെ ശരിയായിട്ട് റെസിപ്പി വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഇതൊരു ദിവസം ചെയ്യും, ഈ ഒരു പെരി പെരി റൈസിൻ്റെ. പിന്നെ മഴയിലിപ്പം കുറച്ചൊരു കുറവ് കാണുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നത് നിങ്ങൾ ഏത് നാട്ടിലാണോ ഒന്നും അറിയുന്നില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ മഴ ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഇതാ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യണേ. ഇനിയിപ്പോൾ ഇതാ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും ഇൻഷാ അല്ലാ. ബൈ.